നമസ്കാരം. ഒരുപാട് ആളുകളുടെ സംശയവും ചോദ്യവുമാണ്, എന്താണ് ഞങ്ങളുടെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ ദിനം പ്രതി പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്? എപ്പോഴാണ് ജീവിതത്തിൽ ഒന്ന് പച്ച പിടിക്കാനായി സാധിക്കുന്നത്? തൊട്ടതെല്ലാം പിഴയ്ക്കുകയാണ്. ഏത് കാര്യത്തിനിറങ്ങി പുറപ്പെട്ടാലും പരാജയം മാത്രം. പണ്ടൊക്കെ വല്ലപ്പോഴുമെങ്കിലും ഒരു വിജയം കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷേ പോകെ പോകെ ഈ 2025 അവസാന സമയത്ത് എത്തിയിട്ടും പരാജയങ്ങളുടെ ഒരു പറുദീസ തന്നെയാണ് ജീവിതത്തിൽ പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്നത്. ഈശ്വരൻ കണ്ണു തുറക്കാത്തത് എന്താ? പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥനകളില്ല, നടത്താത്ത വഴിപാടുകളില്ല. അവരുടെയൊക്കെ ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ പലപ്പോഴും കണ്ണ് നിറയാറുണ്ട്. പക്ഷേ കാലം കലിയുഗമല്ലേ, ആവലാദികൾക്ക് കുറവൊന്നും ഉണ്ടാവുകയില്ല എന്ന് ആദ്യം തന്നെ ഒന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഇതൊക്കെ ഒരു വശത്തിരിക്കെ ഇരുട്ട് എത്ര കൂടിയാലും വെളിച്ചം ഒരിക്കൽ വരാതിരിക്കില്ല. സത്യമല്ലേ ഈ പറഞ്ഞത്? ഇരുട്ട് ഒരുപാടുണ്ടാകും, കുരാക്കുരുട്ടുണ്ടാകും. പക്ഷേ മണിക്കൂറുകൾക്ക് ശേഷം പ്രഭാതം വീണ്ടും പൊട്ടിവിടരും. ആകാശം എപ്പോഴും ഒരേപോലെ ആകണമെന്നില്ല. ഗ്രഹങ്ങൾ അവിടെ നിർത്താതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഓട്ടത്തിനിടയിൽ ചിലപ്പോൾ അവയെല്ലാം കൂടി ഒന്നിച്ചു കൂടാറുണ്ട്. അങ്ങനൊരു കൂടിക്കാഴ്ച, നിങ്ങൾ കാത്തിരുന്ന ഒരു സുവർണ മാറ്റം എപ്പോഴാണ് എൻ്റെ ഭാഗ്യം തുടങ്ങുന്നത് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങൾ ചോദിക്കുന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് പറയുന്നത്. വലിയൊരു ദൈവഹിതം സംഭവിക്കാൻ പോകുന്നു. അതായത് നാളെ 2025 ഡിസംബർ മാസം 29-ാം തീയതിയാണ് തിങ്കളാഴ്ച ദിവസം. ആ ഒരു മഹാമാറ്റം സംഭവിക്കാൻ പോകുന്ന ദിവസമാണ് നാളെ. ഈ കുറച്ച് നാളത്തെ ജ്യോതിഷ അറിവ് കൊണ്ട് പറയുമ്പോൾ ധനുരാശിയിൽ സാക്ഷാൽ ബൃഹസ്പതിയുടെ, അതായത് വ്യാഴഭഗവാന്റെ ക്ഷേത്രമായ ധനുരാശിയിൽ, വ്യാഴഭഗവാന്റെ ക്ഷേത്രമാണ് ധനുരാശി. അപ്പോൾ അവിടെ നാളെ മുതൽ അതികായന്മാർ, അതായത് ബഹുകേമന്മാരായ 4 ആളുകളുടെ ഒത്തുകൂടൽ കൂടി, 4 ഗ്രഹങ്ങളുടെ ഒത്തുകൂടൽ സംഭവിക്കാൻ പോകുന്നു. അപ്പോൾ ആരൊക്കെയാണെന്നല്ലേ വിശദമാക്കാം. ഒന്ന്, സാക്ഷാൽ നമ്മുടെ സൂര്യഭഗവാൻ, അതായത് ഭഗവാൻ ആദിത്യൻ, നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്ന ആദിത്യ ഭഗവാൻ. 2, ശക്തി സ്വരൂപനായ കുജൻ അഥവാ ചൊവ്വ. ഇനി 3, ഐശ്വര്യദായകനായ ശുക്രൻ. നമ്മൾ പറയാറില്ലേ ശുക്രൻ അടിച്ചു എന്ന്? അതെ, ആഗ്രഹം തന്നെ ശുക്രൻ. 4-മതായി നാളെ അവിടേക്ക് വരുന്നത് ബുദ്ധിയുടെ കാരകത്വമുള്ള ഗ്രഹം ഏതാണ്? സാക്ഷാൽ ബുധൻ. അപ്പോൾ ഇങ്ങനെ ജ്യോതിഷത്തിൽ ചതുർഗ്രഹി യോഗം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ബുധനും ആദിത്യനും ചേരുമ്പോൾ ബുധാദിത്യ യോഗം സംഭവിക്കുന്നു. ബുധനും ശുക്രനും ചേരുമ്പോൾ സാക്ഷാൽ ലക്ഷ്മി നാരായണ യോഗമാണ് സംഭവിക്കുന്നത്. കേൾക്കുമ്പോൾ തന്നെ ഒരു ഐശ്വര്യകാര്യമല്ലേ, ഒരു മാറ്റം. ലക്ഷ്മി നാരായണ യോഗം എന്നൊക്കെ പറയുമ്പോൾ ലക്ഷ്മി ദേവി ആരാണ്? ധനത്തിൻ്റെ ദേവിയാണ്. ഇതൊരു ചെറിയ കാര്യമായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. ചിലരുടെ ജാതകത്തിൽ അല്ലെങ്കിൽ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇത് വലിയൊരു വഴിത്തിരിവാകാൻ പോവുകയാണ്. ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾക്ക് ഒരു അവധി കൊടുക്കാൻ ഭഗവാൻ തന്നെ നിശ്ചയിച്ചു എന്ന് തന്നെ കണക്കാക്കാം. അപ്പോൾ ആരൊക്കെയാണ് ആ ഭാഗ്യവാന്മാർ? എന്തൊക്കെയാണ് അവർക്ക് വരാൻ പോകുന്നത്? അതായത് നാളെ മുതൽ വരാൻ പോകുന്ന മാറ്റം എന്നൊക്കെ നമുക്കറിയണ്ടേ. അപ്പോൾ ഓരോരോ നക്ഷത്രങ്ങളെ ആയിട്ട് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. അതിലാദ്യത്തെ രാശി ധനുരാശിയാണ്. ധനുരാശിയിൽ വരുന്നത് മൂലം നക്ഷത്രമുണ്ട്, പൂരാടം നക്ഷത്രം, പിന്നെ ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം. ഇതാണ് ധനുരാശി നക്ഷത്രങ്ങൾ. അങ്ങനെ നിങ്ങളുടെ ജന്മരാശിയിലാണ് നിങ്ങളുടെ തലയ്ക്ക് മുകളിലായി ഈ 4 ഗ്രഹങ്ങളും വന്നു നിൽക്കാനായി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് എടുത്തു പറയേണ്ട ഒരു ഗുണമുണ്ട്, എന്നാലോ ചെറിയ തരത്തിലുള്ള ഒരു ദോഷവുമുണ്ട്. ദോഷമെന്ന് കേൾക്കുമ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ചെറിയ രീതിയിലുള്ള ഒരു കാര്യമാണ്, അത് പറയാം. അപ്പോൾ ഗുണം എന്താണെന്ന് ആദ്യം അങ്ങ് പറഞ്ഞേക്കാം. രാജയോഗമാണ്. സമൂഹത്തിൽ നിങ്ങൾക്ക് വലിയൊരു പേര്, പ്രശസ്തി, അംഗീകാരം ഇത് കിട്ടാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ഇനി ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് ഇത്രയും നാൾ നിങ്ങൾ ഉദ്യോഗം ചെയ്ത്, അതായത് പണിയെടുത്തിട്ടും ഒരു അംഗീകാരം കിട്ടിയില്ല എന്ന് നിങ്ങൾ പരാതി പറയുന്നുണ്ടല്ലോ. അങ്ങനെ പരാതി പറഞ്ഞവർക്ക് ഇനി അങ്ങോട്ട് മേലധികാരിയുടെ പ്രശംസ കിട്ടുകയും ചിലപ്പോൾ ഉന്നതമായ പദവികൾ, അതായത് സ്ഥാനക്കയറ്റം തന്നെ കിട്ടിയേക്കാം. സർക്കാർ കാര്യങ്ങളിൽ വിജയമുണ്ടാകാനുള്ള ഒരു സാധ്യതയും രാജയോഗ ഗുണകരമായ ഫലമായി ഇവിടെ പ്രതിപാദിക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ചെറിയ ദോഷമുണ്ട്, അല്പം ഒന്ന് ശ്രദ്ധിക്കണമെന്ന്. അതായത് ചൊവ്വ നിങ്ങളുടെ രാശിയിലുണ്ട്. അപ്പോൾ ചൊവ്വ എന്നത് പറഞ്ഞാൽ അറിയാമല്ലോ, അഗ്നിയാണ്, ചൂടാണ്. അതുകൊണ്ട് തന്നെ കാരണമില്ലാത്ത ദേഷ്യം, അകാരണമായ ദേഷ്യമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതാണ് ദോഷമെന്ന് പറഞ്ഞത്.
നാക്ക് പിഴച്ചാൽ തലവരെ പോകും എന്ന് കേട്ടില്ലേ. അപ്പോൾ ആരോടും കയർത്ത് സംസാരിക്കാതിരിക്കാൻ നാളെ മുതലൊന്ന് ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് വീട്ടിലുള്ളവരോട്. എന്തെങ്കിലും ദേഷ്യം പെട്ടെന്ന് ഇരച്ചു കയറി വരുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ ശിവ 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 എന്ന് ജപിച്ചു കൊണ്ടിരിക്കുക. കുറച്ച് നേരം ഒന്ന് മാറി ഒരു കസേരയിൽ പോയി സമാധാനമായിട്ട് ഇരിക്കുക. ആ ഒരു സമാധാനം നിങ്ങൾ നേടിയെടുത്തു കഴിഞ്ഞാൽ രാജാവിനെ പോലെ വാഴാനായി സാധിക്കുമെന്നാണ്. കാരണം ആ ഒരു നമ്മുടെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോകാൻ അനുവദിക്കരുത്. ആ പിടി നമ്മുടെ കയ്യിൽ, ആ ഒരു കടിഞ്ഞാൽ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാകണം. ദേഷ്യം കൊണ്ട് കടിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അപ്പോൾ ദേഷ്യം വരുന്ന സമയത്ത് ഒരു കസേരയിലേക്ക് മാറിപ്പോയിരുന്ന് ശിവ 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 എന്ന് ജപിച്ചാൽ മതി. ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾ രാജാവിനെ പോലെ വാഴാനുള്ള ഭാഗ്യം നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ തന്നെ നാളെ മുതൽ ആരംഭിക്കുകയാണ്. ഇനി നമുക്ക് നേരെ എതിർവശത്തേക്ക് നോക്കാം. അതായത് മിഥുനം രാശി, മകയിര നക്ഷത്രത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര പുണർന്ന നക്ഷത്രത്തിൻ്റെ ആദ്യ 1/4 ഭാഗം വരുന്ന മിഥുനം രാശിക്കാർക്ക് നിങ്ങളുടെ 7ാം ഭാവത്തിലാണ് ഈ ഒരു വലിയ സംഗമം നടക്കുന്നത്. അതുകൊണ്ട് 7ാം ഭാവം എന്ന് വെച്ചാൽ അറിയാമല്ലോ, കളത്ര ഭാവമാണ്. അപ്പോൾ വിവാഹം, ജീവിത പങ്കാളി, പിന്നെ കച്ചവടത്തിലെ പങ്കാളിത്തം ഒക്കെ ഇതുകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കാവുന്നതാണ്. കുറേ നാളായിട്ട് വിവാഹം ആലോചിച്ച് മടുത്ത ആളുകളുണ്ടെങ്കിൽ നല്ലൊരു വാർത്ത, വിവാഹവുമായി ബന്ധപ്പെട്ട ശുഭകരമായ വാർത്ത കേൾക്കാൻ ഭാഗ്യം വരും. ഇനി കല്യാണം നടക്കുന്നില്ല എന്ന് കരുതി വെച്ചിരുന്ന ജാതകങ്ങൾ വരെ തെളിയുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ദാമ്പത്യത്തിൽ എപ്പോഴും വഴക്കും ബഹളവും പ്രശ്നവുമായിട്ടിരുന്ന ദമ്പതികളാണെങ്കിൽ, വീട്ടിൽ സമാധാനമില്ലാതിരുന്നവരാണെങ്കിലും, ഭർത്താവിനോടോ ഭാര്യയോടോ ആണെങ്കിലും നിങ്ങൾക്ക് വളരെ സ്നേഹവും ഇഷ്ടവും ഒക്കെ തോന്നുന്ന ഒരു സമയം കൂടിയായിരിക്കും. ഇനി കച്ചവടം ചെയ്യുന്നവരുടെ കാര്യത്തിലേക്ക്, അതായത് പങ്കാളിത്ത ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പുതിയ ചില പാർട്ട്ണർഷിപ്പുകളൊക്കെ വരാൻ സാധ്യത കാണുന്നുണ്ട്. ഇനി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് പഠനവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അതിനുള്ള തടസ്സങ്ങളൊക്കെ മാറും. പക്ഷേ ഒരു കാര്യം ഒന്ന് ഓർമ്മിക്കുക, അതായത് 7ൽ ചൊവ്വയും സൂര്യനും നിൽക്കുന്നത് കൊണ്ട് പങ്കാളിയുടെ ആരോഗ്യ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നാണ്. അതായത് ചെറിയ അസുഖങ്ങളാണെങ്കിലും പോലും വച്ചുകൊണ്ടിരിക്കാതെ അത് ഡോക്ടറെ സമീപിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാകുന്നു. അടുത്തത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഭാഗ്യം അനുഭവിക്കാൻ പോകുന്നതും ഇനി പറയാൻ പോകുന്ന രാശിയാണ്. അതായത് കുംഭം രാശി, അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാന പകുതി, ചതയ നക്ഷത്രം, പൂരുരുട്ടാതിയുടെ ആദ്യത്തെ 1/4 ഭാഗം വരുന്ന കുംഭം രാശിക്കാർക്ക്. അപ്പോൾ എന്താ കാര്യം എന്നല്ലേ നമുക്ക് നോക്കാം. നിങ്ങളുടെ 11ാം ഭാവത്തിലാണ് ഈ ഗ്രഹങ്ങളുടെ മാറ്റം സംഭവിക്കുന്നത്. അപ്പോൾ 11ാം ഭാവം എന്ന് പറഞ്ഞാൽ സർവ്വലാഭസ്ഥാനം എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫലമായി ഒരു സാമ്പത്തിക ഉണർവുണ്ടാകും. പണ്ട് ആർക്കും ഒക്കെ പണം കടം കൊടുത്തിട്ടുണ്ട്, വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞ്, ചിലപ്പോൾ 10-20 വർഷം ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാകും, എഴുതി തള്ളിയിട്ടും ഉണ്ടാകും. അതൊക്കെ തിരികെ വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട്. കൂടാതെ ലോട്ടറിയിലോ ചിട്ടിയിലോ ഒക്കെ ഭാഗ്യം പരീക്ഷിക്കാവുന്ന സമയം കൂടിയാണ് നാളെ മുതൽ തുടങ്ങുന്നത്. അപ്പോൾ ഈ മക്കളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന ചില വിഷമങ്ങളുണ്ട്. അവർക്ക് നല്ല വിദ്യാഭ്യാസമോ ജോലിയോ ഒക്കെ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷമം അതൊക്കെ മാറി ഉന്നത വിദ്യാഭ്യാസ യോഗവും കൂടാതെ ജോലിയും ലഭിക്കുവാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ മനസ്സിൽ കാലാകാലങ്ങളായി കൊണ്ടു നടന്ന ഒരു വലിയ ആഗ്രഹമുണ്ട്, അതും സാധിക്കുവാനുള്ള ഈശ്വരൻ നിശ്ചയിച്ച സമയമാണ് നാളെ മുതൽ നിങ്ങൾക്ക് തുടങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മടി പിടിച്ചിരിക്കരുത്. ഇറങ്ങി തിരിച്ച കാര്യം വിജയം കൂടെ ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി നാളെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. അവസാനമായി മേടൻ രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രം വരുന്ന മേടൻ രാശിക്കാർക്ക് നിങ്ങളുടെ 9ാം ഭാവമാണ് ഇവിടെ ഭാഗ്യസ്ഥാനം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 4, അതായത് ഭാഗ്യസ്ഥാനത്ത് തന്നെയാണ് ഈ 4 ഗ്രഹങ്ങളും ദൃഷ്ടി പതിപ്പിച്ചിരിക്കുന്നത്. അവരുടെ സാന്നിധ്യം നാളെ മുതൽ വരാൻ പോകുന്നത് ലാഭസ്ഥാനത്തായതുകൊണ്ട് തന്നെ ഈശ്വരാധീനം ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് നിലനിൽക്കുന്ന അല്ലെങ്കിൽ വന്നു ചേരുന്ന സമയം കൂടിയാണ്. പിതൃസ്വത്ത് സംബന്ധമായ പിതാവുമായി ബന്ധപ്പെട്ട സ്വത്ത്, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീരും. അച്ഛൻ്റെ ആരോഗ്യം വളരെയേറെ മെച്ചപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. കൂടാതെ ആത്മീയ കാര്യങ്ങൾക്ക് വളരെ യോജിച്ച സമയം നാളെ മുതൽ തുടങ്ങുകയാണ്. ക്ഷേത്ര ദർശനം നടത്തുന്ന ഉത്തമമാണ്. തീർത്ഥാടനത്തിന് പോകാനൊക്കെ ആഗ്രഹിക്കുന്നെങ്കിൽ ആ ആഗ്രഹം സഫലമാകുന്ന സമയം. ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടാകും. ഇനി വിദേശത്തെ ജോലിയുള്ളവർക്ക്, വിദേശത്ത് നിന്ന് ജോലി ചെയ്യുന്നവരാണ്, അവിടെ ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പോലും നാളെ മുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ച കോളേജിൽ തന്നെ അഡ്മിഷൻ ലഭിക്കാനുള്ള ഒരു യോഗമൊക്കെ നാളെ മുതൽ കാണുന്നുണ്ട്. അപ്പോൾ മനസ്സിലെ ആ കലക്കങ്ങളൊക്കെ മാറി തെളിഞ്ഞ വെള്ളം പോലെയാകും നിങ്ങളുടെ ചിന്ത എന്നതുകൂടി മനസ്സിലാക്കുക.
അപ്പോൾ നാളത്തെ ദിവസം ഭാഗ്യം കൂടുതലായി അനുകൂലത്തിൽ വരുന്ന വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്ന 4 രാശിക്കാരെക്കുറിച്ചാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഈ 4 രാശിക്കാർക്ക് മാത്രമല്ല എല്ലാവർക്കും ഇതിൻ്റെ ഗുണകരമായ ഫലങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും പൂർണ്ണമായ ഒരു ഫലം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് പോലെ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് ഈ 4 രാശിയിലുള്ള നക്ഷത്രക്കാർക്കായിരിക്കും. അപ്പോൾ നാളെ, അതായത് ഈ യോഗം തുടങ്ങുന്ന നാളത്തെ ദിവസം തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച അറിയാമല്ലോ, ഭഗവാൻ ശിവൻ്റെ ദിവസം കൂടിയാണ്. ധനുരാശി വിഷ്ണു സാന്നിധ്യമുള്ള രാശിയാണ്. അതുകൊണ്ട് ഇവിടെ ഒരു ശൈവ വൈഷ്ണവ ചൈതന്യം ഒന്നിക്കുന്ന ദിവസം എന്ന പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ ഏവരും മനസ്സിലാക്കുക, ഗ്രഹങ്ങൾ അവ നമ്മുടെ ജീവിതത്തിന് വഴികാട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ വഴിയെ നടക്കേണ്ടതാരാണ്? നമ്മളാണ്. എനിക്ക് ഈ യോഗമുണ്ട് എന്ന് പറഞ്ഞ് വെറുതെ ഇരുന്നാൽ പറ്റുമോ? ചോറ് വായിലേക്ക് താനേ വരികയില്ലല്ലോ. അപ്പോൾ എന്താണ്? അധ്വാനിക്കണം. അപ്പോൾ നിങ്ങൾ അധ്വാനിക്കുക, പ്രയത്നിക്കുക, ഈശ്വര ഭജനം കൂടെ കൊണ്ട് നടന്ന് മുന്നോട്ട് പോവുക. നാളത്തെ ദിവസം പരിപൂർണമായ ഒരു ഭാഗ്യവും നേട്ടവും ഐശ്വര്യവും അതുവഴി തന്നെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ഇനി ഇതിൻ്റെ ഗുണകരമായ ഫലങ്ങൾ പൂർണ്ണമായി നിങ്ങളിലേക്ക് കിട്ടുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം. അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് എൻ്റെ ദൗത്യം. അപ്പോൾ ഈ ദോഷങ്ങളൊക്കെ മാറേണ്ടതും അത്യാവശ്യമാണ്. അതിന് വലിയ പൂജകളോ ഹോമങ്ങളോ ഒന്നും തന്നെ ഞാൻ പറഞ്ഞു തരാറില്ല. ഒരു വീഡിയോയിൽ അങ്ങനെ വലിയ കാര്യങ്ങൾ പറയാറില്ല. ഏറ്റവും ലളിതമായ കാര്യങ്ങൾ മാത്രം നിങ്ങളാൽ ചെയ്യാൻ സാധിക്കുന്ന പരിഹാരങ്ങളാണ് പറഞ്ഞു തരുന്നത്. അത് ഭക്തിയോടെ നിങ്ങളൊന്ന് ചെയ്താൽ മതി. നാളെ രാവിലെ കുളിച്ച് ശുദ്ധമായി അടുത്തുള്ള ക്ഷേത്രത്തിൽ പോവുക. ശിവഭഗവാന് കൂവളത്തില കൊണ്ട് അർച്ചന നടത്തുക. ശിവക്ഷേത്ര ദർശനം നടത്തി കൂവളത്തില കൊണ്ട് അർച്ചന നടത്തി മനമുരുകി പ്രാർത്ഥിക്കുക. അതായത് എൻ്റെ അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പൊറുക്കണേ ഭഗവാനെ എന്ന് ശിവഭഗവാനോട് പ്രാർത്ഥിക്കുക. ഒരു കൂവളത്തില കൂടി സമർപ്പിച്ച്, കൂവളത്തില കൊണ്ടൊരു അർച്ചന കൂടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മതിയാകും. കൂടാതെ ധനുരാശിയിലായതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും അത് വായിക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കത് കേൾക്കാൻ മൊബൈലൊക്കെ വഴി കേൾക്കാൻ സാധിക്കുമല്ലോ. അത് കേൾക്കുന്നതും വളരെയധികം ഗുണകരമായ ഫലങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കും. ഇനി പ്രത്യേക നാളത്തെ ദിവസം കഴിയുമെങ്കിൽ വിശക്കുന്ന ഒരു വയറിന് അല്പം അന്നം ദാനമായി കൊടുക്കാൻ സാധിച്ചാൽ ഇതിനപ്പുറം പുണ്യം വേറെ ഒന്നുമില്ല കിട്ടാൻ. ഒരു നേരത്തെ ആഹാരം അത് മനുഷ്യന് കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഒരു വിശന്ന് വലയുന്നൊരു മൃഗത്തിനായാലും അന്നം ദാനം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും സുവർണമായ ഒരു ദിവസവും നിങ്ങൾ ചെയ്യേണ്ടതായൊരു ദിവസം കൂടിയാണ്. നമുക്ക് അന്നദാനം എപ്പോഴും നടത്താമെങ്കിലും നാളത്തെ ദിവസം ഇത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം നിങ്ങളുടെ ജീവിതത്തിൽ അത് ശോഭ പടർത്തും എന്നതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ വരുന്ന ഒരു ദിവസം, നാളെ മുതലുള്ള ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കാത്തിരുന്ന ആ സുദിനമാണ് വന്നു ചേരാൻ പോകുന്നത്. പ്രത്യേകിച്ച് 4 രാശിയിലുള്ള നക്ഷത്രക്കാർക്ക്. അപ്പോൾ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ അത് കമൻ്റായിട്ടൊക്കെ രേഖപ്പെടുത്താൻ ഏവരും ശ്രമിക്കുക. ഏവർക്കും ഈ പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ അതിൽ ഒരു 80% പൂർണ്ണമായി കിട്ടുകയില്ല ഒരു കാര്യവും, ഒരു 80% നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് നിങ്ങളുടെ അഭിപ്രായം ഒക്കെ അറിയാൻ സാധിച്ചാൽ അത്രയും നല്ല കാര്യമാണ്. എല്ലാവർക്കും നല്ലൊരു മാറ്റമൊക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.